ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവർക്കും മേരി സ്ട്രീറ്റിൻ്റെയും നമ്മുടെ ഫാമിലിയുടെയും വക സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡേറ്റ്സ് കേക്കാണ്. ഈന്തപ്പഴവും അതുപോലെ കറുത്ത ഉണക്കമുന്തിരി എല്ലാം ചേർത്തിട്ടുള്ള പ്ലം കേക്കിനേക്കാളും ഒരു പടി ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു കേക്കാണ് ഈ ഡേറ്റ്സ് കേക്ക്. ഇത് നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടു നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ടേസ്റ്റ് കൂടുതലാണ് ഈ കേക്കിന് കേട്ടോ. അപ്പോൾ നമ്മൾ വൈനിൻ്റെ റെസിപ്പിയും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ പരിപാടികൾ ഒരു 2-3 സ്റ്റേജ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര കരിച്ചെടുക്കണം, അല്ലെങ്കിൽ കാരമൽ ചെയ്തെടുക്കണം. ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഉരുക്കി വരുന്ന നേരം അത് ലൈറ്റ് ബ്രൗൺ ആവും. അതിനുശേഷം തീ കുറച്ചിടാൻ ശ്രമിക്കുക കേട്ടോ ഈ സമയത്ത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളൊരു കളറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. 1 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും കണ്ടില്ല, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. വെള്ളം ചേർക്കുമ്പോൾ നന്നായി തിളച്ച വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരുപാട് കട്ട പിടിക്കാതെ കിട്ടും കേട്ടോ നമുക്ക്. അതുപോലെ പുക കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ചട്ടീൻ്റെ ഉള്ളിലേക്ക് അന്നേരം ഒരു പുകചുവ വരാനോ കയ്പ്പ് രുചി ഉണ്ടാവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഒരുപാട് കറുപ്പിച്ചാലും കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് അതിന് ശേഷം നമ്മളൊരു കപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഒരു നൂൽ പരുവൊന്നാവാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ, അതിന് മുന്നേ തന്നെ മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈന്തപ്പഴം വേവിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ഈന്തപ്പഴമാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. സൈസ് കുറവാണ്, പക്ഷെ നല്ല മധുരമുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അങ്ങനത്തെ ഈന്തപ്പഴം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനത് കുരു കളഞ്ഞ് ഈ 1/4 കപ്പ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഇവിടെ പ്രശ്നമില്ല, കാരണം നമ്മൾ എന്തായാലും വറ്റിച്ചെടുക്കാൻ പോവാണിത്. ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 8-10 മിനിറ്റ് നന്നായി വേവിച്ചെടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി, ഒരുപാട് വറ്റിക്കണ്ട. കാരണം നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കി തണുക്കാം കേട്ടോ നമുക്ക്. ഇനി ഞാൻ ഒരു നട്ട്മെഗ് പൗഡറും സിനമൺ പൗഡറും ആവശ്യമുണ്ട് നമുക്ക് ഈ കേക്കിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നട്ട്മെഗിൻ്റെ പൗഡർ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പൊടിച്ചെടുക്കാമെന്ന് കരുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു ജാതിക്കയുടെ കുരുവിൻ്റെ ഒരു 1/4 ഭാഗം അത്രയും മാത്രം ചേർത്തിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഈ പൊടിയുടെയൊക്കെ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളിപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് 2 തവണ അല്ലെങ്കിൽ 3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു തവണ അരിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായി ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തന്നെ പട്ടയും അതുപോലെ ജാതിക്കയും അതുപോലെ പഞ്ചസാര എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒരു നേരിയ അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. അതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ സിനമൺ പൗഡറും നട്ട്മെഗ് പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും ഒരു 2 നുള്ള് ജാതിക്കയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം നന്നായി തണുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ സെയിം ജാറിലിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇതുപോലെ കറുത്ത ഉണക്കമുന്തിരി വേണം ഇതിലേക്കായിട്ട്. ഇത് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ കാരമൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കഴുകി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ആ ഒരു നനവിലിരിക്കുന്നതാണ് കേട്ടോ. ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം ഊറ്റി. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോ പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് മാറ്റി വയ്ക്കാം. നമുക്കിനി ലിക്വിഡായിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം പോലത്തെ സാധനങ്ങളെല്ലാം കൂടെ ഒരു ബൗളിൽ മിക്സ് ചെയ്യാം. അത്യാവശ്യം ഒരു വലിയ ബൗൾ എടുക്കാം. നമ്മൾ ഇതിലേക്കാണ് ഫുൾ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. തണുപ്പ് പോയിട്ടുള്ള മുട്ട എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു 1/2 ടീസ്പൂൺ മാത്രമേ വനില എസൻസ് ചേർക്കുന്നുള്ളൂ ഇതിലേക്ക്. കാരണം നമ്മൾ ഓൾറെഡി പട്ടയുടെയും ജാതിക്കയുടെയും ഒക്കെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ വനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഇതിൻ്റെ നല്ല മധുരമാണ് കേട്ടോ. ഈ ഡേറ്റ്സ് അരച്ചതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമ്മളെ കയ്യിൽ ക്യാരമലും കൂടെ ഉള്ളൂ. അപ്പോൾ അത് പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് എല്ലാം കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെക്കുക. ഇനി നമ്മളുടെ കയ്യിലുള്ള പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. അതൊരു തവണ ഒന്ന് അരിച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് നമ്മൾ ആ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ നേരത്തെ ഉണക്കമുന്തിരിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിലാണെങ്കിലും ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി. നിങ്ങൾക്ക് 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. ബാക്കിയുള്ള നട്ട്സൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ അതൊരു സെയിം പ്ലം കേക്കിൻ്റെ ടെക്സ്ചറിലാകും. കുറച്ചും കൂടെ ടേസ്റ്റുള്ളൊരു പ്ലം കേക്ക് ആകും ഈ ഡേറ്റ് ഈന്തപ്പഴം അരച്ചൊക്കെ ചേർക്കുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഒരു ലൈറ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്ലം കേക്കിനെക്കാളും ഒരു പടി മുന്നിലെന്ന് വേണം പറയാൻ. കാരണം ആ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഇതാണല്ലോ. അപ്പോൾ ആ പൊടി മൊത്തം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പാച്ചുലോ അല്ലെങ്കിൽ ഒരു തടിത്താവിയോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മറ്റേ മഞ്ഞ കളറിലെ ഉണക്കമുന്തിരി, അതുപോലെ ബദാം, കശുവണ്ടി, വാൾനട്ട്, അത്തിപ്പഴം ഉണങ്ങിയത്, ആപ്രിക്കോട്ട് ഡ്രൈ ആയിട്ടുള്ളത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരമലിൻ്റെ സിറപ്പ് ഒഴിക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഒരു 1/4 കപ്പിൽ അധികം ഉണ്ട്. ഞാനൊരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ആ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എത്ര വേണമെന്ന് വെച്ചാൽ. നല്ല ഈ ഒരു ക്യാരമൽ സിറപ്പാണ് ഈ കേക്കിന് നല്ലൊരു കളർ, ഒരു ബ്രൗൺ കളർ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രീം കളറിലായിരിക്കും നമ്മുടെ കേക്ക് വരിക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ക്യാരമൽ സിറപ്പ്. നല്ല മണമാണ് കേട്ടോ ഈ സമയത്തൊക്കെ. അപ്പം തന്നെ കഴിക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കൊരു 9 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ട് ഞാൻ ഗ്രീസ് ചെയ്യണം. ഓയിലൊന്ന് പെരട്ടി കൊടുക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾ 8 ഇഞ്ചിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്യട്ടെ. എൻ്റെ ഒരു കംഫർട്ട് സോണാണ് ഈ ഒരു പാൻ എന്ന് പറഞ്ഞാൽ. എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ നേരത്ത് ഈ പാനായിരിക്കും എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പൊക്കമുള്ള കേക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു 1 ഇഞ്ചിന് മേലെ പൊക്കം ഉണ്ടാവും കേക്കിന്. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുകയാണ് ഫുള്ളായിട്ട്. ഓവൻ നമ്മൾ ഓൾറെഡി ഈ സമയത്ത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുകയാണ് ഓവന്. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ ഫുൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അന്നേരം എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അതിനാണ് ടാപ്പ് ചെയ്യാന്ന് പറയാം കേട്ടോ. ഇങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഓവൻ ഇല്ലാതെ ആണെങ്കിലും ഒരു 45 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് കുക്കറിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടല്ലോ ടൂത്ത് പിക്ക് ഇട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നടുവിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് എടുത്ത് കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആ പാത്രത്തിൽ തന്നെ ഇരുന്നു. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിയിലൊക്കെ ഒട്ടും കരിയാതെ. ആ ബേക്കിംഗ് പേപ്പറും കൂടെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇതിപ്പോൾ ബേക്കിംഗ് പേപ്പറും അങ്ങോട്ട് പോയി ഞാൻ എടുത്തപ്പോഴേക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കരിയാതെ നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ ഡേറ്റ്സ് കേക്ക് അല്ലെങ്കിൽ ഒരു ഈസി പ്ലം കേക്ക് റെഡി. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
നന്നായി തണുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ല രുചി ഉണ്ടാവും. ഇപ്പോൾ ഇത് പ്ലം കേക്ക് ആണെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ നട്ട്സൊക്കെ ആഡ് ചെയ്ത് ഒരു പ്ലം കേക്കിൻ്റെ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിലും അല്ല ഈ ഡേറ്റ്സ് കേക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ദിവസം കഴിയുമ്പോഴാണ് ടേസ്റ്റ് വരിക കേട്ടോ. നമ്മുടെ ക്യാരറ്റ് വൈൻ ഉണ്ട്. ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് വൈൻ്റെ. അതും കൂടെ നമുക്ക് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്യാരറ്റ് വൈൻ. ഇത് പിറ്റേ ദിവസം ഉള്ളൊരു സംഭവമാണ്. ഇത് നല്ല സോഫ്റ്റായി പിറ്റേ ദിവസം ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ അടിപൊളിയായിട്ട് വരും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസ് വിഷസ് അറിയിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പി ആയിട്ട്. ബൈ ബൈ.